അറിഞ്ഞില്ലേ? ഇനി മുതൽ ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ല. ക്ലാസ് റൂമൊക്കെ യു ഷേപ്പിലാക്കാൻ പോണത്രേ. വിദ്യാഭ്യാസ മന്ത്രിയുടെ പുതിയ പ്രഖ്യാപനം. അപ്പോൾ ഇനി ബാക്ക് ബെഞ്ചേഴ്സും ഫ്രണ്ട് ബെഞ്ചേഴ്സും ഒരേപോലെ ഇരുന്ന് നല്ലപോലെ പഠിക്കാനാണ് മന്ത്രി ഇങ്ങനെ ചെയ്തത്. ഞാനൊക്കെ പഠിച്ച സമയത്ത് ഞാൻ ഫ്രണ്ട് ബെഞ്ചിലായിരുന്നു കേട്ടോ. ബാക്ക് ബെഞ്ചേഴ്സൊക്കെ കാണിക്കുന്ന കുറേ അലമ്പുകൾ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം എനിക്കിപ്പോൾ ഉണ്ട്. ആ സമയത്തൊക്കെ ഞാനൊരു പൊട്ടനായിരുന്നു. എന്താ പറയാ, ഞാൻ തന്നെ എന്നെപ്പറ്റി പറയാലോ. ഒരു പഠിത്തം ഒരു ഒതുങ്ങിയൊരു ചെറുക്കനായിരുന്നു. ഒരു മന്ദബുദ്ധി ചെറുക്കനായിരുന്നു ഞാൻ. പക്ഷെ അതിനൊക്കെ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടമൊക്കെ ആസ്വദിക്കാൻ പറ്റാത്തതിൽ ദുഃഖിക്കുന്നുണ്ട്. പക്ഷേ കാരണം ഇപ്പോൾ പിള്ളേർ പറയുന്നുണ്ട്, ആ സമയമൊക്കെ എൻ്റെ കൂട്ടുകാർ ഇപ്പോൾ പറയുന്നുണ്ട്, ആ സമയമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്കൊന്നും തോന്നിയിട്ടില്ല. ആ സമയം ഞാൻ പഠിത്തം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ സമയം എനിക്കിഷ്ടമല്ല. ആ സമയത്ത് പിള്ളേർക്കൊക്കെ എന്നോട് വെറുപ്പായിരുന്നു. കാരണം ഇപ്പോൾ ഇത് എപ്പോഴും പഠിത്തം, സാറ് ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയുന്നു. പക്ഷേ എന്നെ എല്ലാവരും ഒരു ജെയ്സാപ്പി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം എന്താണെന്നറിയോ? മറ്റേ തണ്ണീർമത്ത ദിനങ്ങളിലെ മാത്യു തോമസ് അവതരിപ്പിച്ചില്ലേ ക്യാരക്ടർ മറ്റേ ജെയ്സാപ്പി. ജെയ്സൺ എന്ന് പറയും. അപ്പോൾ അവൻ ഫ്രണ്ടിൽ ഇരുന്ന് പഠിക്കുന്ന പോലെ ഞാനിരുന്ന് പഠിക്കും. സാറ് പറയുന്നതിനൊക്കെ ഉത്തരം പറയും. പക്ഷേ എക്സാം വന്ന് റിസൾട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ മാർക്ക് 50-ൽ 35, 50-ൽ 20, 10 അങ്ങനെയൊക്കെയാണ് മാർക്ക്. അപ്പോൾ തൊട്ട് വിളിക്കാൻ തുടങ്ങി എന്നെ ജെയ്സാപ്പി. അതൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കളിയാക്കലൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ലാന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷേ ഒരു ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചേഴ്സാണ് ഒരു എൻ്റർടൈനേഴ്സ് എന്ന് വേണം പറയാൻ. പക്ഷേ എന്തായാലും നല്ലതിന് വേണ്ടിയിട്ടല്ലേ, പിള്ളേരുടെ ഭാവിക്ക് വേണ്ടി ഇത് സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ നിങ്ങളേത് കാറ്റഗറി ആയിരുന്നു എന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യും. നോക്കട്ടെ എത്ര ബാക്ക് ബെഞ്ചസ് ഫ്രണ്ട് ബെഞ്ചസ് ഉണ്ടെന്ന്.